Hi students, good morning. Today I am discussing about chapter 10, mechanical properties of fluid. Now I wanted to take applications of Bernoulli's principle. First application, torricelli effects of fluid. Previous day I took that one. Okay. Now second application, vendorimeter. discussing about vendorimeter. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷനാണ് എടുത്തത്. അതിൽ നമ്മൾ ടോറിസലി എഫക്ട്സ് ഓഫ് ഫ്ലൂയിഡിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയ വെൻറ്ററിമീറ്ററിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മനസ്സിലാക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യാൻ വരും, അതിൻ്റെ അല്ലെങ്കിൽ ആപ്ലിക്കേഷനും വരാൻ ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? ടുഡേ ഐ ഡിസ്കസിങ് അബൌട്ട് വെൻറ്ററിമീറ്റർ. വാട്ട് ഇസ് മീൻ ബൈ വെൻറ്ററിമീറ്റർ? Vendorimeter, this is vendorimeter. Vendorimeter, this is opening wider. This one. This is U-tube ആണിത്. ഇത് നാരോ വൈഡർ. U-tube ആണ്. ഇത് ഫസ്റ്റ് റീജിയൻ, ഇത് സെക്കൻഡ് റീജിയൻ. ഇത് ഓപ്പണിംഗ് ആണ്, ഇത് നാരോ വൈഡർ ആണ്. ഓക്കെ, ഇത് ഓപ്പണിംഗ് ഏരിയ ആണ്, ഇത് നാരോ ഏരിയ ആണ്. ഓക്കെ, ഇത് കുറച്ച് വീതി കൂടിയ ഏരിയ ആണ്, ഇത് വീതി കുറഞ്ഞ ഏരിയ ആണ്. ഓക്കെ, ഇതിൽ കൂടി ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ലിക്വിഡാണ് അതിൽ കൂടി ഫ്ലോ ചെയ്തത് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഉപകരണമാണെന്ത്? വെൻറ്ററിമീറ്റർ. ഇപ്പോൾ ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ഫ്ലോ യൂട്യൂബ് ഷേപ്പിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു സെക്കൻഡിൽ എത്ര ഫ്ലൂയിഡാണ് സെക്കൻഡിൽ ആ പൈപ്പിൻ്റെ കൂടി മൂവ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഉപകരണമാണിത് വെൻറ്ററിമീറ്റർ. അനദർ നെയിം ഫ്ലോ മീറ്റർ എന്ന് പറയും. ഫ്ലോ മീറ്റർ അല്ലെങ്കിൽ എന്താ പറയുക, നെക്സ്റ്റ് വെൻറ്ററി ട്യൂബ് എന്നും പറയും. ഓക്കെ, വെൻറ്ററി ട്യൂബ്. What is vendorimeter? Vendorimeter is a device used to measure the rate of flow of fluid through a pipe. ഒരു പൈപ്പിൽ കൂടി ഫ്ലൂയിഡ് ലിക്വിഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു സെക്കൻഡിൽ എത്ര ലിക്വിഡാണ് അതിൽ കൂടി ഫ്ലോ ചെയ്തത് എന്ന് കണ്ടുപിടിക്കുന്ന ഉപകരണമാണ് വെൻറ്ററിമീറ്റർ. ഓക്കെ, വെൻറ്ററിമീറ്റർ ഈസ് എ device used to measure the rate of flow of fluid through a pipe. It is another name Venturi tube or another name flow meter. Okay, yes, it is the applications of Bernoulli's principle. Okay, next, Venturimeter consists of horizontal tube ആണ് ഇത്. Yes, horizontal tube having the open area cross section A1, then narrow area cross section A2, then velocity of liquid at opening area V1, velocity of liquid at narrow area V2. ഓക്കെ, അപ്പോൾ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി V1 ആണ്, ഇവിടുത്തെ വെലോസിറ്റി V2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കുക. ഇങ്ങനെ രണ്ട് റീജിയനും ബന്ധിപ്പിച്ചത് യൂട്യൂബാണ്. ഇതാ മാനോമീറ്റർ. യൂട്യൂബിൻ്റെ കണക്റ്റഡ് ടു ദി മാനോമീറ്റർ അല്ലേ? യൂട്യൂബിൻ്റെ രണ്ട് റീജിയനും വെച്ചാൽ മാനോമീറ്ററായി. ഓക്കെ, ഇവിടെ ഓർമ്മിക്കേണ്ട എങ്ങനെ പറയാം? യെസ്, ദെൻ വെൻറ്ററിമീറ്റർ കൺസിസ്റ്റ് ഓഫ് ഹൊറിസോണ്ടൽ ട്യൂബ് ഹാവിംഗ് ഓപ്പണിംഗ് ഏരിയ ക്രോസ് സെക്ഷൻ A1 ആൻഡ് നാരോ ഏരിയ ക്രോസ് സെക്ഷൻ A2. The two regions of the horizontal tube connected to the manometer. അല്ലേ? Two regions of the U-tube connected to the manometer. മാനോമീറ്ററിൻ്റെ മീറ്ററിൻ്റെ റീജിയനായിട്ടുണ്ട്, യൂട്യൂബിൻ്റെ രണ്ട് റീജിയൻ മാനോമീറ്ററായിട്ടാണ് ബന്ധിപ്പിച്ചത്. അപ്പോൾ അത്രയും കാര്യങ്ങളെ നിങ്ങൾ പറയണം. എന്താ പറയേണ്ടത് നോക്കാം. എസ് ഒന്ന് ശ്രദ്ധിക്കൂ. വൺസ് അഗൈൻ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു സെക്കൻഡിൽ ഫ്ലൂയിഡ് ഒഴുകുമ്പോൾ ആ ഒഴുക്ക് പൈപ്പിൽ കൂടി ഒരു സെക്കൻഡ് എത്ര ഫ്ലൂയിഡാണ് ഒഴുകിയത് എന്ന് അളക്കുന്ന ഒരു ഉപകരണമാണ് വെൻറ്ററിമീറ്റർ. അതാണ് നമ്മൾ വെൻറ്ററിമീറ്റർ ഈസ് എ
device used to measure the rate of flow of fluid through a pipe എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് പറയുക വെൻറ്ററിമീറ്ററിൽ എന്താണ് ഹൊറിസോണ്ടൽ ട്യൂബാണുള്ളത്. ഹൊറിസോണ്ടൽ ട്യൂബിന് 2 ഏരിയ ഉണ്ട്. ഒരു ഏരിയ ഉണ്ട് ഓപ്പണിംഗ് ഏരിയ, മറ്റൊന്ന് നാരോ ഏരിയ ആണ്. ഈ 2 റീജിയനും എന്താ മാനോമീറ്ററുമായിട്ടാണ് ബന്ധിപ്പിച്ചത് എന്നർത്ഥം. മാനോമീറ്റർ, ഇതാണ് മാനോമീറ്റർ അല്ലേ. എസ് എന്താ പറഞ്ഞോ എസ് വെൻറ്ററിമീറ്റർ കൺസിസ്റ്റ് ഓഫ് horizontal tube having opening area of area A1 with velocity V1 and narrow area A2 with velocity V2. Okay, 2 regions of the U-tube connected to the manometer. Okay, next എന്താണ് എണ്ണം നോക്കുക. ഇനി ലിക്വിഡ് ഇവിടെ നിന്ന് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പ്രഷർ ചെയ്യുമ്പോൾ പ്രഷർ എനർജി ഉണ്ടാവും. ഇവിടുത്തെ പ്രഷർ എനർജി P1 ആണ്. ഇവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവും. പ്രഷർ എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും. അതുപോലെ ഇവിടെ പ്രഷർ എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും. ഇവിടുത്തെ പ്രഷർ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ആകെ തുകയായിരിക്കും ഇവിടുത്തെ പ്രഷർ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും തുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രഷർ എനർജി കാണുമ്പോൾ P1 പ്ലസ് കൈനറ്റിക് എനർജി കാണുമ്പോൾ ഓർമ്മണ്ടേ ഹാഫ് റോ V1 സ്ക്വയർ. ഇതാണ് P1 ഇസ് ദി പ്രഷർ എനർജി ഓഫ് ദി ഓപ്പണിംഗ് ഏരിയ ഓപ്പൺ ഏരിയ എന്താണ് A1 എസ്. ഇനി കൈനറ്റിക് എനർജി ഓഫ് ദി കൈനറ്റിക് എനർജി ഓപ്പണിംഗ് ഏരിയ A1 ദറ്റ് ഈസ് ഹാഫ് റോ V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, പ്രഷർ എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും. അവിടെ പ്രഷർ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ആകെത്തുക ഉണ്ടെങ്കിൽ അത് തന്നെ ഇവിടെ ഉണ്ടാവും പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ എന്നാണ്. റോ V2 സ്ക്വയർ. ഓക്കെ, can you understand? ഇവിടെ മനസ്സിലാക്കേണ്ട P1 സം ഓഫ് ദി പ്രഷർ എനർജി ആൻഡ് കൈനറ്റിക് എനർജി അറ്റ് ഏരിയ A1 ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി പ്രഷർ എനർജി ആൻഡ് കൈനറ്റിക് എനർജി അറ്റ് ഏരിയ A2. അപ്പോൾ ഇവിടെ ഈ ഏരിയയിലെ പ്രഷർ എനർജി തന്നെയാണ് ഇവിടെ ഉണ്ടാകുക, ഇവിടുത്തെ കൈനറ്റിക് എനർജി തന്നെയാണ് ഇവിടെ രണ്ടിനുണ്ടാകുക. അതാണ് അർത്ഥം. നെക്സ്റ്റ് ഇനി P1 മൈനസ് P2 ആണ്. P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ഇനി ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ V1 ഇപ്പോൾ എടുക്കുക. അപ്പോൾ പ്ലസ് മൈനസ് ആവും ഹാഫ് റോ V1 സ്ക്വയർ. ക്യാൻ അണ്ടർസ്റ്റാൻഡ്? എന്താ ചെയ്യേണ്ടത്? P2 ലെഫ്റ്റിലെടുക്കുക. അപ്പോൾ P1 മൈനസ് P2. P2ൻ്റെ ലെഫ്റ്റ് എന്താണ്? P2 റൈറ്റ് സൈഡിലല്ല, റൈറ്റ് സൈഡിൽ പ്ലസ് ആണ്, അത് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ P1 മൈനസ് P2 എന്ന് വരും. നെക്സ്റ്റ് ഹാഫ് റോ V2 സ്ക്വയർ ഇവിടെയാണുള്ളത്. ഇനി ഹാഫ് റോ V1 സ്ക്വയർ ഇപ്പോൾ എടുക്കുമ്പോൾ എന്താവും? മൈനസ് ആവും. ഓക്കെ, നെക്സ്റ്റ് P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ഹാഫ് റോ ഇവിടെയുണ്ട്, ഹാഫ് റോ ഇവിടെയുണ്ട്, ടേക്കൺ ഔട്ട് സൈഡ്, ദാറ്റ് ഈസ് ഹാഫ് റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇനി അക്കോർഡിംഗ് ടു ഇക്വേഷൻ കണ്ടിന്യൂറ്റിയാണ്. ഇക്വേഷൻ കണ്ടിന്യൂറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. A1 V1 ഇസ് ഈക്വൽ ടു A2 V2 അല്ലേ. പൈപ്പ് രൂപത്തിൽ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഇക്വേഷൻ കണ്ടിന്യൂറ്റി ഉണ്ടാവും, പ്രിൻസിപ്പിൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് A1 ബൈ A2 ഇസ് ഈക്വൽ ടു എന്ത് വരും? V2 ബൈ V1 വരും. ഓക്കെ, V2 ബൈ V1 വരും. ദിസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. യെസ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ V1 സ്ക്വയർ ടേക്കൺ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്താ? P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ഹാഫ് റോ V1 സ്ക്വയർ ടേക്കൺ ഔട്ട് സൈഡ് റോ V1 സ്ക്വയർ ഇൻറ്റു V2 സ്ക്വയർ ബൈ V1 സ്ക്വയർ. കാരണം എന്തുകൊണ്ടാണ്? V2 സ്ക്വയർ ബൈ V1 സ്ക്വയർ, V1 സ്ക്വയർ ക്യാൻസൽ ആവും. അപ്പോൾ അത് V2 സ്ക്വയർ ഉണ്ടാവും, മൈനസ് 1 വരും. ഓക്കെ, എന്തുകൊണ്ടാണ്? V1 സ്ക്വയർ ഇൻറ്റു 1 V1 സ്ക്വയർ. ക്യാൻ അണ്ടർസ്റ്റാൻഡ് അല്ലേ? അപ്പോൾ V1 എന്ത് ചെയ്യുന്നത്? ഇവിടെ പുറത്തെടുക്കുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ കൊടുക്കണം. ഡിനോമിനേറ്റർ കൊടുക്കുമ്പോൾ എന്താവും? ഈ V1 സ്ക്വയർ ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? V2 സ്ക്വയർ ഉണ്ടാവും. ഓക്കെ, ഇനി V1 സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ? V1 സ്ക്വയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ദിസ് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. 3 എന്ന് കൊടുക്കുക. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കണം. മനസ്സിലായി? 3 ഇക്വേഷൻ നമ്പർ 3 എന്ന് നമുക്കറിയാം. എന്താണ്?
ഇത് V2 by V1 എന്താ? V2 by V1 സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 3 2 എടുത്തിട്ട് 3യിൽ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ P1 മൈനസ് P2 ഈസിക്കൽ ടു എന്ത് വരും? ഹാഫ് റോ V1 സ്ക്വയർ ഇൻറ്റു V2 സ്ക്വയർ ബൈ V1 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? A1 ബൈ A2 സ്ക്വയർ. അപ്പോൾ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ബൈ -1 വരും. ഓക്കെ, V2 സ്ക്വയർ ബൈ V1 സ്ക്വയർ എന്നുള്ള എന്താവുന്നത്? A1 V2ൻ്റെ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് A1 സ്ക്വയർ വരും, V1 സ്ക്വയർ A2 സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ V2 ബൈ V1 എത്രയാണ്? A1 ബൈ A2 അല്ലേ? അപ്പോൾ V2 സ്ക്വയർ ബൈ V1 സ്ക്വയർ എന്ന് വരുമ്പോൾ A1 സ്ക്വയർ ബൈ A2 സ്ക്വയർ വരും. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു എന്ത് വരും നോക്കാം? ഹാഫ് റോ V1 സ്ക്വയർ ഇൻറ്റു ഇനി A2 സ്ക്വയർ ഇൻറ്റു 1 വരും. അപ്പോൾ എന്താ? A1 സ്ക്വയർ മൈനസ് 1 ഇൻറ്റു A2 സ്ക്വയർ A2 സ്ക്വയർ ബൈ A2 സ്ക്വയർ. ഓക്കെ, യെസ്, ഈ A2 സ്ക്വയർ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം A2 സ്ക്വയർ ബൈ A2 സ്ക്വയർ അറിയാലോ. നെക്സ്റ്റ് ഇനി നമുക്ക് കാണുന്നത് എന്താണെന്ന് നോക്കുക. ദിസ് ഇക്വേഷൻ നമ്പർ 4 അല്ലെ, 4 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് P1 മൈനസ് P2 എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ ഡിഫറൻസ്. P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു പ്രഷർ എക്സർട്ട് ബൈ ലിക്വിഡ് കാണാൻ ഇക്വേഷൻ അറിയില്ലേ? പ്രഷർ എക്സർട്ട് ബൈ ലിക്വിഡ് H rho G ആണ്. പ്രഷർ എക്സർട്ട് ബൈ എ ലിക്വിഡ്, ഒരു ലിക്വിഡിൻ്റെ പ്രഷർ ആണ് ഇക്വേഷൻ എന്താ? H rho G ആണ്. അപ്പം നമ്മളിവിടെ കൊടുക്കുക H rho M എന്ന് കൊടുക്കുക. M എന്ന് കൊടുക്കുന്നുണ്ടാ എന്താ? മീഡിയം. അപ്പോൾ H rho M G എന്ന് വരും. ദിസ് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കുക. ഓക്കെ, ഇതാണ് P1 മൈനസ് P2 ഇസ് ദി പ്രഷർ ഡിഫറൻസ്. ദറ്റ് ഈസ് പ്രഷർ ഡിഫറൻസ് ഇൻ മീഡിയം. മീഡിയത്തെ കാണിക്കുമ്പോൾ മീഡിയത്തിൻ്റെ ഉള്ളിലാണ്, ഈ വെൻ്ററി മീറ്ററിൻ്റെ ഉള്ളിലാണ് ലിക്വിഡ് ഫ്ലൂയിഡിൽ പ്രഷർ ഉള്ളിലാണ്. അപ്പോൾ മീഡിയത്തിലാണ് പറയേണ്ടത്. ഓക്കെ, യെസ്. ഇങ്ങനെ എഴുതിയതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. എന്താണെന്ന് നോക്കാം അല്ലേ? അതിൽ നമ്മളിവിടെ ശ്രദ്ധിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് 5 in 4. സബ്സ്റ്റിറ്റ്യൂട്ട് 5 in 4. സബ്സ്റ്റിറ്റ്യൂട്ട് 5 in 4. 5 എടുത്തിട്ട് 4ൽ കൊടുക്കുക. 4ൽ P1 മൈനസ് P2ൻ്റെ സ്ഥാനത്ത് കൊടുക്കുമ്പോൾ H എന്താ? റോ M G ഇസ് ഈക്വൽ ടു എന്ത് വരും നോക്കുക? ഹാഫ് റോ V1 സ്ക്വയർ ഇൻറ്റു A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ബൈ A2 സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇത്രയും കാര്യം കൂടി നോക്കാം. നെക്സ്റ്റ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് നെക്സ്റ്റ് എന്താ? V1 ഇസ് ദി വെലോസിറ്റി ഓഫ് ദി ലിക്വിഡ്. വെലോസിറ്റി ഓഫ് ദി ലിക്വിഡ്, ഒരു പൈപ്പിൽ കൂടി ലിക്വിഡ് ഒരു സെക്കൻഡ് ഒഴുകുന്ന ലിക്വിഡിൻ്റെ എന്താ വെലോസിറ്റി? എന്താ? ലിക്വിഡിൻ്റെ ഒഴുക്കാണ് കണ്ട്. ഒഴുക്കാണെന്ന് ഉള്ളളവാണ്, വോളിയമാണ് കണ്ട്. ഓക്കെ, വോളിയം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക? അത് V1 ആണ്. V1 കാണുമ്പോൾ എന്താ നോക്കുക? 2 ഇങ്ങോട്ടേക്ക് പോകും അല്ലേ? അപ്പോൾ എന്താ? ഒരു 2H rho M G. rho M is the density of the liquid in medium ആണ്. യെസ് അല്ലേ? ഇനി ഇവിടെ റോ V1 സ്ക്വയർ എന്ന് വരും ഇൻറ്റു എന്ത് വരും? A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ബൈ A2 സ്ക്വയർ എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് V1 സ്ക്വയറിലാണ്. V1 സ്ക്വയർ ആകുമ്പോൾ ഇതിങ്ങോട്ട് പോകും. അപ്പോൾ എന്ത് വരും? 2H rho M G ഇൻറ്റു A2 സ്ക്വയർ ഇങ്ങോട്ട് വരും. ഓക്കെ, A2 സ്ക്വയർ ഈസ് ഈക്വൽ ടു റോ V1 സ്ക്വയർ റൈറ്റ് സൈഡ് അങ്ങനെ വെക്കുക. A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇങ്ങനെ വരും. ഓക്കെ, ഇനി V1 കാണുമ്പോൾ എന്താ നോക്കുക? 2H rho M G A2 സ്ക്വയർ ബൈ റോ ഇൻറ്റു A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഡിനോമിനേറ്റർ വരും അല്ലേ? അപ്പോൾ റോ ഇൻറ്റു എന്താ വരിക? റോ ഇൻറ്റു A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഈസിക്കൽ ടു എന്ത് വരും? V1 സ്ക്വയർ വരും. V1 സ്ക്വയർ ഇനി V1 ആണ്, വെലോസിറ്റി ആണ്. നോക്കാം വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. യെസ്, വെലോസിറ്റി ആണ് അല്ലേ? വെലോസിറ്റി കാണുമ്പോൾ എന്താ ഇവിടെ കിട്ടിയത്? V1 സ്ക്വയർ അല്ലേ? കിട്ടിയത് V1 സ്ക്വയർ
ഈസ് ഈക്വൽ ടു V1 സ്ക്വയർ ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ഇതാ 2h റോ എം ജി A2 സ്ക്വയർ ബൈ റോ ഇൻറ്റു A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇങ്ങനെ കിട്ടും. ഓക്കെ, V1 സ്ക്വയർ ആയി. ഇനി V1 കാണുമ്പോൾ റൂട്ടിലേക്ക് വരും അല്ലേ. V1 is the velocity of liquid. V1 is equal to root of 2h rho m g A2 square by rho into A1 square minus A2 square. A1 square minus A2 square. ഇതേപോലെ വരും. ഓക്കെ, മനസ്സിലായി. ഇത്ര വരും. ഓക്കെ, മനസ്സിലാക്കി എടുക്കാം. ഇങ്ങനെ മനസ്സിലാക്കിയ ശേഷം ഈ A2 സ്ക്വയറിന് റൂട്ടിൻ്റെ പുറത്തെടുക്കുമ്പോൾ എന്താവും? A2 ആവും അല്ലേ. A2 സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലല്ലേ, അപ്പോൾ പുറത്തെടുക്കുമ്പോൾ എന്താവും? A2 ആവില്ലേ. അപ്പോൾ എന്താ V1 is equal to A2 into root of 2h rho m g divided by rho into A1 square minus A2 square. ഓക്കെ, ഇത് വെലോസിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പാണ്. ഒരു പൈപ്പിൽ കൂടി ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ വെലോസിറ്റിയാണ്. ഇനി നമുക്ക് വോളിയം ഓഫ് ദി ലിക്വിഡാണ് കണ്ട്. വോളിയം ഓഫ് ദി ലിക്വിഡ് പെർ സെക്കൻഡ്. അതാണ് ഒരു ഫ്ലൂയിഡ് എന്താ ഒരു സെക്കൻഡിൻ്റെ ലിക്വിഡിൻ്റെ ഒഴുക്ക് ഒരു സെക്കൻഡ് ഇതിലുണ്ടാകുന്ന ലിക്വിഡിൻ്റെ ഒഴുക്കാറുണ്ട്. അപ്പോൾ വെൻഡറിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഫ്ലൂയിഡ് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി ഫ്ലൂയിഡ് ഒഴുകുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ഫ്ലൂയിഡ് പോയി എന്നാണ് കാണേണ്ടത്. അത് കാണിക്കൽ വോളിയം കാണണം, ഉള്ളളവ് കാണണം. ഇപ്പോൾ വോളിയം ഓഫ് ദി ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് കാണുമ്പോൾ വോളിയം കാണാൻ ഇക്വേഷൻ എന്താ? വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ലെങ്ത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഓർമ്മ ഉണ്ടാകും, വെലോസിറ്റി ഇൻറ്റു ടൈം, വെലോസിറ്റി ഇൻറ്റു ടൈം. ഇനി നമുക്ക് വോളിയം ഓഫ് ദി ലിക്വിഡ് അല്ലേ, വോളിയം ഓഫ് ദി ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ബൈ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ടൈമും പോകും. അപ്പോൾ V ഈസ് ഈക്വൽ ടു എന്ത് വരും അല്ലേ, വോളിയം ഓഫ് ദി ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡാണ്. വോളിയം ഓഫ് ദി ലിക്വിഡ് ആണെങ്കിൽ V ഈസ് ഈക്വൽ ടു A ഇൻറ്റു വെലോസിറ്റി ഇൻ ടൈം. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻ ടൈം നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, നേരത്തെ പഠിച്ചതാണ് വെലോസിറ്റി ഇൻ ടൈം. അപ്പോൾ ലെങ്ത്തിനെ മാറ്റുക. എങ്ങനെയാണ് മാറ്റുകയെന്ന് അറിയില്ലേ? V ഈസ് ഈക്വൽ ടു S/T. ഓർമ്മ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും? S ഈസ് ഈക്വൽ ടു എന്തൊരു V ഇൻറ്റു T. അപ്പോൾ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. വെലോസിറ്റി ഇൻറ്റു ടൈം, അതാണ് ലെങ്ത്ത് വെലോസിറ്റി ടൈം കൊടുത്തത്. ഇനി വോളിയം ഓഫ് ദി ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി ബൈ ടൈമാണ്. വോളിയം ബൈ ടൈമാണ് വോളിയം ഓഫ് ദി ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ V ഈസ് ഈക്വൽ ടു A ഇൻറ്റു V എന്ന് വരും അല്ലേ. A ഇൻറ്റു V എന്ന് വരും. A എന്ന് പറയുമ്പോൾ എന്താ V1, വോളിയം ഓഫ് ദി V1 ഇത് കാണണം. V1 ഈസ് ഈക്വൽ ടു A1 ഇത് കാണണം V1. അപ്പോൾ A1 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി V1 എന്ന് പറഞ്ഞാൽ ഇതാണ് വെലോസിറ്റി, ഇതാണ് ഇത്. യെസ്, അപ്പോൾ എന്ത് വരും? A2 ഇൻറ്റു റൂട്ട് ഓഫ് 2h റോ എം ജി ബൈ ആരാണ് റോ ഇൻറ്റു A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. ദിസ് ഈസ് ദി വോളിയം ഓഫ് ദി ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. വോളിയം ഓഫ് ദി ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വെൻഡറിമീറ്ററിൽ കൂടി പഠിക്കേണ്ടത് അല്ലേ. യെസ്, അപ്പോൾ അടുത്ത ആപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് കിടക്കണം. എന്ത് ആപ്ലിക്കേഷൻ നോക്കാം? ആപ്ലിക്കേഷൻ നെക്സ്റ്റ് വൺ ആപ്ലിക്കേഷൻ. ഇത് മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, പറഞ്ഞുതരാം. അടുത്ത ആപ്ലിക്കേഷൻസ് ഏതെല്ലാം നമുക്ക് നോക്കാം. യെസ്, ദ ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ ഏതെല്ലാമെന്ന് നമ്മൾ 1 by 1 ആയിട്ട് ഒന്ന് പഠിക്കാം. ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. Applications of Bernoulli's principle. Bernoulli's principle. Bernoulli's principle ന്റെ ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ ഓക്കെ. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ടോറി സെല്ലി എഫ്ലെക്സ്. എന്താ ടോറി സെല്ലി എഫ്ലെക്സ്, ടോറി സെല്ലി എഫ്ലെക്സ് ഓഫ് ഫ്ലൂയിഡ് പഠിച്ചതാണ്. പിന്നെ നമ്മൾ അടുത്ത് പഠിക്കേണ്ടത് പറഞ്ഞാൽ എന്താ സെക്കൻഡ് വൺ വെൻഡറിമീറ്റർ. അതിപ്പോൾ നമ്മൾ പഠിച്ചതാണ്. വെൻഡറിമീറ്ററാണ്.
മൂന്നാമത് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനാമിക് ലിഫ്റ്റാണ്. ഡൈനാമിക് ലിഫ്റ്റാണ്. നാലാമത് പഠിക്കാനുള്ളത് എയറോഫോയിലാണ്. അഞ്ചാമത് പഠിക്കാനുള്ളത് മാഗ്നസ് എഫക്റ്റ് വെരി ഇമ്പോർട്ടൻ്റാണ്. മാഗ്നസ് എഫക്റ്റ്. ആറാമത് അറ്റോമൈസർ. യെസ്, ഇത് 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നോക്കാം, ഇത് 1 by 1 ആയി പഠിക്കുമ്പോൾ എന്തെല്ലാം പഠിക്കാൻ നോക്കാം. യെസ്, ടോറി സെല്ലിയാപ്ലെക്സ് നമ്മൾ പഠിച്ചതാണ്, വെൻട്രോമീറ്ററും പഠിച്ചതാണ്. ഓക്കെ, ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഡൈനാമിക് ലിഫ്റ്റ് ഈസ് എ ഫോഴ്സ് which that body applied on a force, that force applied the acting on a body by virtue of its motion flowing through a fluid. എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡിൽ കൂടി ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ആ ബോഡിയിൽ ഫോഴ്സ് പ്രയോഗിക്കാം. അല്ലേ, ഒരു ഫ്ലൂയിഡ്, ഒരു വെള്ളത്തിൽ കൂടി ഒരു ബോഡി പോകുന്നത്, അങ്ങനെ നീങ്ങുമ്പോൾ ആ ബോഡി എന്ത് ചെയ്യുക, ഫോഴ്സ് പ്രയോഗിക്കുക. അതാണ് എന്ത് പറയുന്നത്, ഡൈനാമിക് ലിഫ്റ്റ്. ഡൈനാമിക് ലിഫ്റ്റ് ഈസ് ദി ഫോഴ്സ് ദാറ്റ് ആക്ടിങ് ഓൺ എ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ ഫ്ലോയിങ് ത്രൂ എ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിൽ കൂടി ഒരു ഒബ്ജക്റ്റ്, ഒരു ബോഡി പോകുമ്പോൾ ആ ബോഡിയുമ്മിൽ ചലിക്കുമ്പോൾ ഒരു ബലം പ്രയോഗിക്കുക. ആ ബലമാണെന്ത്, ഡൈനാമിക് ലിഫ്റ്റ്. വാട്ട് ഈസ് ഡൈനാമിക് ലിഫ്റ്റ്? Dynamic lift is the force that acting on a body by virtue of its motion flowing through a fluid. Okay, next aerofoil. Aerofoil എന്ന് പറഞ്ഞാൽ aerofoil is a spherical shape object to provide vertical upward force moving through a air. എയറിൽ കൂടി മൂവ് ചെയ്യുന്ന സമയത്ത് വെർട്ടിക്കലി അപ്വേർഡ് ഫോഴ്സ് കൊടുക്കുക ഒരു സ്പെറിക്കൽ ഒബ്ജക്റ്റ് മുഖേന. ഒരു സ്പെറിക്കൽ ഒബ്ജക്റ്റിന് ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള ഒബ്ജക്റ്റിന് വെർട്ടിക്കൽ ഫോഴ്സ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് എയറോഫോയിൽ. അല്ലേ, എയർ സ്വിങ് കണ്ടില്ലേ നമ്മൾ എയറോപ്ലെയിനിലെ തൂവാല കണ്ടില്ലേ അല്ലേ, അതാണ്. അപ്പോൾ what is aerofoil? Aerofoil is a spherically shaped object to provide vertically upward force moving through a air. എയർ കൂടി മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നാൽ ആ വെർട്ടിക്കലി അപ്വേർഡ് ഇങ്ങനെ മുകളിലേക്ക് ഉയരുമ്പോൾ അതിനെന്ത് ചെയ്യുക, ഒരു സ്പെറിക്കൽ ഒബ്ജക്റ്റിൽ നിന്നിട്ട് ഒരു ഫോഴ്സ് കിട്ടുക. അതാണ് എയറോഫോയിൽ. ഓക്കെ, നെക്സ്റ്റ് മാഗ്നസ് എഫക്റ്റ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് മാഗ്നസ് എഫക്റ്റ്. എന്താ മാഗ്നസ് എഫക്റ്റ് നോക്കാം. മാഗ്നസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കാം, ഡിഫറൻസ് ഇൻ ലാറ്ററൽ പ്രഷർ. ഈ ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രഷർ ഇങ്ങനെ കൂടിക്കൂടി ഇങ്ങനെ തിരമാലകൾ പോലെ ഇങ്ങനെ വരും. ഡിഫറൻസ് ഇൻ ലാറ്ററൽ പ്രഷർ which causes curved path, which is acting towards convex towards greater pressure. ഇവിടെ എന്താ ഗ്രേറ്റർ പ്രഷർ ഉണ്ടാവും. പ്രഷർ ഇൻ ഡിഫറൻസ് ഇൻ ലാറ്ററൽ പ്രഷറിലുണ്ടാകുന്ന ഡിഫറൻസ്, അപ്പോൾ ഉണ്ടാകുന്ന പ്രഷറിലുണ്ടാകുന്ന ഡിഫറൻസ് വിച്ച് കോസസ് കർവ്ഡ് പാത്ത്, വിച്ച് കോസസ് സ്പിന്നിങ് വാൾ എലോങ് എ കർവ്ഡ് പാത്ത്. കർവ്ഡ് പാത്തിൽ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. ആ പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ വിച്ച് ഈസ് കോൺവേഴ്സ് ടുവേഴ്സ് ദി ഗ്രേറ്റർ പ്രഷർ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ ഗ്രേറ്റർ പ്രഷർ ആയിരിക്കും. ആ ഗ്രേറ്റർ പ്രഷർ ആയിരിക്കും എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് മാഗ്നസ്. ആ എഫക്റ്റിന് പറയുന്ന പേരാണ്
മാഗ്നസ് എഫക്റ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ കടലിലെ വെള്ളം എല്ലാം പോകുന്ന സമയത്ത് ഈ മുകളിൽ ഈ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാകുക എന്ന് പറഞ്ഞതാണ്. എന്ത് ഇവിടെ പ്രഷറിൻ്റെ ഡിഫറൻസ് ആയിരിക്കും, ഇതെല്ലാം പ്രഷർ ഡിഫറൻസ് ആയിരിക്കും. പക്ഷേ ഈ കോൺവെക്സ് പോലെയുള്ള ഈ ഭാഗത്തായിരിക്കും എന്ത് പ്രഷർ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞത് ആരാണ്? മാഗ്നസ് ആണ്. ലാർജർ പ്രഷർ ഈസ് ദർ ഓൺ കർവ്ഡ് പാത്ത്. ഈ കർവ്ഡ് പാത്തിലാണ് ലാർജർ പ്രഷർ ഉണ്ടാകും. അതാണ് മാഗ്നസ് എഫക്റ്റ്. വാട്ട് ഈസ് മീൻ ബൈ മാഗ്നസ് എഫക്റ്റ്? എന്താ മാഗ്നസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? The difference in lateral forces which causes spinning ball along a curved path which is convex towards greater pressure is called a മാഗ്നസ് എഫക്റ്റ്. അപ്പം കടലിലെ വെള്ളമെല്ലാം പോകുന്ന സമയത്ത് ഈ ഉയർന്ന ഭാഗത്തായിരിക്കും മുകളിൽ ഇതാണ് ഈ കോൺവെക്സ് പോലെയുള്ള ഈ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് മാഗ്നസ്. അതുകൊണ്ട് അതിന് മാഗ്നസ് എഫക്റ്റ് പറയുന്നു. ഇനി ബ്യുയാൻസി. എന്താ ബ്യുയാൻസി? ബ്യുയാൻസി എന്ന് പറഞ്ഞാൽ എന്താ? ബ്യുയാൻസി എന്താ? ബ്യുയാൻസി ഫോഴ്സ്, അപ്വേർഡ് ഫോഴ്സ് exerted by a liquid is called buoyancy. എന്താണ്? ഒരു ലിക്വിഡ് മുകളിലേക്ക് ഫോഴ്സ് പ്രയോഗിച്ചാൽ ആ ഫോഴ്സിന് പറയുന്ന പേരാണെന്ന് ബ്യുയാൻസി. ഓക്കെ. അറ്റോമൈസ് എന്ന സ്പ്രേ കണ്ടില്ലേ? ആ സ്പ്രേയർ കണ്ടില്ലേ? സ്പ്രേ നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേ പ്രസ് ചെയ്യുമ്പോൾ സ്പ്രേ തെറിച്ചു പോകും. അതെന്താണ്? എന്താ? ബെർണോസ് പ്രിൻസിപ്പിളാണ്. ഓക്കെ. അവിടെയുള്ള പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും അതുപോലെ പൊട്ടൻഷ്യൽ എനർജിയും എന്താണ്? ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അറ്റോമൈസറിൻ്റെ എന്താണ്? സ്പ്രേ. ഓക്കെ. യെസ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ പാർട്ടിൽ കൂടി നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത്. ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, പറഞ്ഞു തരാം. ഓക്കെ.